മലപ്പുറം പെരിന്തൽമണ്ണയിൽ ഓട്ടോറിക്ഷ ഡ്രൈവറുടെ ക്രൂരത. രോഗിയും വയോധികയുമായ സ്ത്രീയെ പാതി വഴിയിൽ ഇറക്കിവിട്ടു. വയോധിക നൽകിയ പരാതിയിൽ ഓട്ടോ ഡ്രൈവർ രമേശിന്റെ ഡ്രൈവിംഗ് ലൈസൻസ് 6 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്തു. ഈ മാസം 8-നായിരുന്നു സംഭവം. പെരിന്തൽമണ്ണ EMS ആശുപത്രിയിൽ നിന്നും ചികിത്സ കഴിഞ്ഞ് മടങ്ങുകയായിരുന്നു അങ്ങാടിപ്പുറം സ്വദേശി 78 വയസ്സുള്ള ശാന്ത. ഓട്ടോയിൽ കയറി കുറച്ചു ദൂരം പിന്നിട്ടപ്പോൾ ഇവരോട് ഡ്രൈവർ എങ്ങോട്ടാണെന്ന് ചോദിച്ചു. അങ്ങാടിപ്പുറമാണെന്ന് പറഞ്ഞതോടെ സ്ത്രീയെയും കൂടെയുള്ളവരെയും റോഡിൽ ഇറക്കിവിടുകയും അസഭ്യം പറയുകയുമായിരുന്നു എന്നാണ് പെരിന്തൽമണ്ണ സബ് RTOയ്ക്ക് ലഭിച്ച പരാതിയിൽ പറയുന്നത്. നല്ല ബുദ്ധിമുട്ടായി. അമ്മേനെ കണ്ടാൽ തന്നെ അറിയാലോ, നമുക്ക് ഒരു സൈഡ് തളർന്നതാണ് അമ്മ. പിന്നെ സ്ട്രോക്ക് വന്നിട്ടുണ്ട്, പിന്നെ കാലിന്റെ മുട്ട് മാറ്റി വെച്ചതാണ്. അപ്പോൾ അത്രയും ബുദ്ധിമുട്ടുള്ള കാരണമാണ് ഞങ്ങൾ അങ്ങനെ ഒരു പരാതി കൊടുത്തത്. ബുദ്ധിമുട്ടായിക്ക് കയറാനും ഇറങ്ങാനും ബുദ്ധിമുട്ടാണേ. അപ്പോൾ അവിടുന്ന് ഇറങ്ങിയിട്ട് പിന്നെ വേറെ ഒരിടത്തുകൂടിയും ചെന്ന് കയറണ്ടേ. മഴ വന്നാൽ പെയ്താൽ ഞാൻ മുഴുവനെ കൊള്ളണം. അങ്ങനെക്ക് നടക്കാനും വേണ്ടാനൊന്നും വയ്യേ. തുടർന്ന് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ നടത്തിയ അന്വേഷണത്തിൽ പരാതിയിൽ കഴമുണ്ടെന്ന് മനസ്സിലായി. 6 മാസത്തേക്ക് ഓട്ടോ ഡ്രൈവറുടെ ലൈസൻസ് റദ്ദു ചെയ്യുകയും എടപ്പാളിലെ IDTRൽ നല്ല നടപ്പിനായി 5 ദിവസത്തെ ക്ലാസ്സിൽ ഹാജരായി സർട്ടിഫിക്കറ്റ് ഹാജരാക്കാനും ഉദ്യോഗസ്ഥർ നിർദ്ദേശിച്ചു. ഓട്ടോ ഡ്രൈവർമാരുടെ പെരുമാറ്റവുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികൾ RTO ഓഫീസിൽ ലഭിക്കുന്നതായി പെരിന്തൽമണ്ണ സബ് RTO അറിയിച്ചു. 10/7 മുതൽ അയാളുടെ ലൈസൻസ് 6 മാസത്തേക്ക് നമ്മൾ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഇനി ലൈസൻസ് പുനഃസ്ഥാപിച്ച് കിട്ടണമെങ്കിൽ അയാൾ IDTRൽ പോയിട്ട് 5 ദിവസത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്യണം. ആ ക്ലാസ് അറ്റൻഡ് ചെയ്തതിന് ശേഷം മാത്രമേ അയാൾക്ക് അയാളുടെ ലൈസൻസ് പുനഃസ്ഥാപിച്ച് കൊടുക്കുള്ളൂ. മാതൃഭൂമി ന്യൂസ്, മലപ്പുറം.